തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. ബൂത്തുകളിൽ മോക്ക് പോളിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സമയം 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് പിന്നിടുകയാണ്. 7 മണിക്ക് വോട്ടെടുപ്പ് കൃത്യം ആരംഭിക്കും. ഇതുവരെ അങ്ങനെ യാതൊരു തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ല. മോക്ക് പോളിംഗ് ഒക്കെ ഗംഭീരമായി ഉഷാറായി തന്നെ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലെ കാഴ്ചകളിലേക്ക്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നിരവധി പ്രാദേശിക വിഷയങ്ങൾ, ഒപ്പം തന്നെ പല പാർട്ടികളിലുമുള്ള ഭിന്നതകൾ, ഇതൊക്കെ കണ്ട ഒരു ജില്ലയാണ് വയനാട്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. മോക്ക് പോളിംഗ് ഏകദേശം പൂർത്തിയായി കാണില്ലേ? തീർച്ചയായും മോക്ക് പോളിംഗ് നടക്കുകയാണ്. മോക്ക് പോളിംഗ് വിവിധ ബൂത്തുകളിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ നഗരസഭയിൽ ഉൾപ്പെട്ട 3 ബൂത്തുകളുടെ HIM UP സ്കൂളിലാണ്. 10, 14, 15 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ആ ബൂത്തിൽ ഒരിടത്താണ് ഞാനുള്ളത്. അതിൽ 15-ാം ബൂത്തിലാണ് ഞാനുള്ളത്. അവിടെ മോക്ക് പോളിംഗ് നടപടികൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ ബൂത്തിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. രാവിലെ 5 മണിക്ക് തന്നെ ഉദ്യോഗസ്ഥർ സജ്ജരായി. 5:00 തന്നെ മോക്ക് പോളിംഗ് നടപടികൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇത് പൂർത്തിയായി. എന്തായാലും കൃത്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം എല്ലാം തന്നെ ഓരോ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് കുടിവെള്ളമടക്കം കരുതുന്ന രീതിയിൽ തന്നെയാണ് ഈ പോളിംഗ് പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. 6 ലക്ഷത്തി ാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത്. 828 പോളിംഗ് ബൂത്തുകൾ ബാധിത ബൂത്തുകളാണ് വയനാട് ജില്ലയിലുള്ളത്. രാവിലെ 7 മണിക്ക് മുതൽ തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഉടൻ തന്നെ അത് പരിഹരിച്ച് സുർജിത്ത് അയ്യപ്പത്തിലേക്ക് നമുക്കെത്താം. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സുർജിത്ത് അയ്യപ്പത്ത് നിൽക്കുന്ന ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്. അവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരുമൊക്കെ ഉറപ്പുവരുത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്കെത്താം. തികഞ്ഞ വാശിയേറിയ പോരാട്ടം നടന്ന ഇടമാണ്. വയനാട് ആർക്ക് മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമായി നിലനിൽക്കുക കൂടി ചെയ്യുന്നുണ്ട്. വാശിയേറിയ പ്രചാരണം, വിവാദങ്ങൾ, തർക്കങ്ങൾ, മുന്നണികൾക്കകത്തെ കൂറുമാറ്റങ്ങൾ, അതുണ്ടാക്കിയ പ്രതിസന്ധികൾ, പിന്നീട് നടന്ന പ്രചാരണം, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു. തുടരാം സുർജിത്ത്. പ്രധാനമായും ഇനി ചൂരൽമലയിലെ വോട്ടർമാർ ഒരുപക്ഷെ അവർ ടൗൺഷിപ്പിലേക്ക്, ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ അവർ ടൗൺഷിപ്പിലേക്ക് മാറുന്ന ഘട്ടത്തിലും, അതുപോലെ സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് നൽകുന്ന ആ മേഖലകളിലേക്ക് മാറുമ്പോഴും അവരുടെ വോട്ടുകൾ ആ മേഖലയിലേക്ക് മാറാൻ വേണ്ടി പോകുന്നു. അതായത് ജന്മനാട്ടിലെ ഒരു പക്ഷേ അവസാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടായിരിക്കും അവരുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ 3 ഇടങ്ങളിലായി 3 വാർഡുകളിലെ ക്രമീകരണങ്ങൾ, ബൂത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ ഒരു വാർഡ് എന്ന് പറയുന്നത് ചൂരൽമല നൂറുൽ ഇസ്ലാം മദ്രസയിലാണ് ഒരു ബൂത്ത് ഒരുക്കിയിട്ടുള്ളത്. നീലിക്കാപ്പ് അഗതി മന്ദിരത്തിൽ മറ്റൊരു ബൂത്ത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം പാരിഷ് ഹാളിലും സമാനമായ രീതിയിൽ തന്നെ ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 മേഖലകളിലായിട്ടാണ് അവിടുത്തെ വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ചിതറിപ്പോയ മനുഷ്യർക്ക് വോട്ട് രേഖപ്പെടുത്താൻ പ്രത്യേക സൗകര്യങ്ങൾ, അതായത് അവരെവിടെയാണോ ഉള്ളത് ആ മേഖല കേന്ദ്രീകരിച്ച് ബസ് സർവീസും ഏർപ്പാടാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതായത് കൃത്യമായ രീതിയിൽ തന്നെ വോട്ടിംഗ് പ്രക്രിയയിൽ അവരും ഭാഗവാക്കാകുന്ന വിധത്തിലേക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വാശിയേറിയ രീതിയിലുള്ള ഒരു മത്സരക്കളം തന്നെയായിരുന്നു വയനാടിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടതുമുന്നണിയാണ്. പിന്നാലെ BJP പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കം വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. വിവിധ വിഷയങ്ങൾ പ്രചാരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ UDF ഉയർത്തിയത് പ്രധാനമായും ബ്രഹ്മഗിരിയും ഒപ്പം തന്നെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഈ പരാമർശ വിധേയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം LDF ഉയർത്തിയത് രാഹുൽ മാങ്കൂട്ടം വിഷയം മുതൽ മറ്റ് ഈ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതി എവിടെ വരെ എത്തി എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടന്നത്. അത്തരത്തിൽ വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഈ പോളിംഗ് പ്രക്രിയയിലേക്ക് കടക്കുന്നത്. എന്തായാലും ചിലയിടങ്ങളിലെങ്കിലും വിമത ഭീഷണി മുന്നണികൾക്ക് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ആളുകൾക്ക് വോട്ട് ചെയ്യാൻ, പ്രത്യേകിച്ചും ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് പോലും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഈ ഇലക്ഷൻ കമ്മീഷൻ
ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്, ഇലക്ഷൻ ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമീണ മേഖലയിൽ പോലും എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും പോളിംഗ് പ്രക്രിയ സുഗമമായ രീതിയിൽ തന്നെ നടക്കാനുള്ള അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും, അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചുകൊണ്ട്, കൂടുതൽ പോലീസ് സന്നാഹത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് പോളിംഗ് പ്രക്രിയ സുഗമമായ രീതിയിൽ നടക്കാനുള്ള നീക്കമാണ്. ഒരുപക്ഷെ മാവോയിസ്റ്റ് പ്രശ്നങ്ങൾ അവസാനിച്ച ശേഷം, അതായത് ഇവിടെ വയനാട്ട് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന മാവോയിസ്റ്റുകളെല്ലാം തന്നെ അറസ്റ്റിലാവുകയോ അല്ലെങ്കിൽ അവർ കീഴടങ്ങുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റ് മുക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ സ്വാഭാവികമായും ആളുകൾ എത്തുമെന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മോക്ക് പോളിംഗ് എല്ലായിടത്തും പൂർത്തിയായ സാഹചര്യമാണ് ഉള്ളത്. ശ്രീജിത്ത്, ക്രിസ്റ്റീന. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വയനാട്ടിൽ 64 പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അവിടെ അതിൻ്റെതായ സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എല്ലാ ബൂത്തുകളിലും ഒരുവിധം എല്ലാ ബൂത്തുകളിലും ഇതിനോടകം തന്നെ മോക്ക് പോളിംഗ് പൂർത്തിയാവുന്നുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഇനി ഒരിക്കൽ കൂടി നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം തയ്യാറാണ്. സമീർ ഉള്ളത് അത്തോളിയിലാണ്. സമീർ, എന്താണ് നിൽക്കുന്ന ബൂത്തിലെ കാഴ്ചകൾ? നേരത്തെ കോഴിക്കോടിൻ്റെ ഒരു പോരാട്ട ചിത്രമൊക്കെ സമീർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അത്തോളിയിൽ നിന്ന് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന കാഴ്ചകൾ എങ്ങനെയാണ്? അവിടെ മോക്ക് പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് സമീർ? ശ്രീജിത്ത്, ക്രിസ്റ്റീന, ഇപ്പോൾ അത്തോളി ഗ്രാമപഞ്ചായത്തിലെ മൊടക്കലൂർ AUP സ്കൂളിലാണ് ഞാനുള്ളത്. ഇവിടെ 4 ബൂത്തുകളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പോളിംഗ് ഏജന്റുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. തങ്ങൾ കുത്തുന്ന സ്ഥാനാർത്ഥിക്ക് തന്നെ അത് കൃത്യമായിട്ട് അത് പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അതെല്ലാം തന്നെ അവരുടെ പരിശോധന പൂർത്തീകരിക്കുന്നുമുണ്ട്. ഒരു വിധത്തിലുമുള്ള അന്വേഷണ സംഭവങ്ങളും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുതാര്യമായിക്കൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും വരാനും വോട്ട് രേഖപ്പെടുത്താനും കഴിയും. അവർ കുത്തുന്ന ആൾക്ക് തന്നെയാണ് അത് പോകുന്നതെന്ന് അവർക്ക് ഉറപ്പിക്കാനും കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് പോളിംഗ് ആരംഭിക്കാനുള്ളത്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ ഒരു VIP വോട്ടറുണ്ട്. അത് മറ്റാരുമല്ല, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. അദ്ദേഹം 7 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തും. ഈ മറ്റ് സമീപത്തുള്ള 3 ബൂത്തുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 4 ബൂത്തുകളാണ് ഈ ഒരു സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും വോട്ടർമാരുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു പോളിംഗ് സ്റ്റേഷൻ കൂടിയാണ് ഈ മൊടക്കലൂർ AUP സ്കൂൾ. എന്തായാലും മറ്റ് തരങ്ങളിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പോലീസിൻ്റെ കൂടെ സാന്നിധ്യം മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ ഉള്ളതുപോലെ പോലീസിൻ്റെ സാന്നിധ്യം, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 26,82,682 വോട്ടർമാരാണ് ഇന്ന് ജില്ലയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 28 ഡിവിഷനുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ 12 ഡിവിഷനുകൾ, കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകൾ, കൂടാതെ 7 മുനിസിപ്പാലിറ്റികളും അതുപോലെ 70 ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇന്ന് ജനവിധി തേടുകയാണ്. 6,382 വോട്ടർമാരാണ് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജില്ലയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വലിയ ആശങ്കയും വലിയ പ്രതീക്ഷയും ഒക്കെ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. അപരന്മാരും അതുപോലെ തന്നെ വിമതരൊക്കെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലത് മുന്നണികളും BJPയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ കാഴ്ചവെക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലേക്ക് വരുമ്പോഴും അത്തരത്തിൽ തന്നെയാണ്, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഴിക്കോട് ജില്ലയിൽ 577 പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്. അത് റൂറൽ മേഖലയിലാണ്. 100ഓളം ബൂത്തുകൾ മറ്റ് നഗരമേഖലയിലുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, റൂറൽ മേഖലയിൽ 51 ഇടങ്ങളിൽ അവിടെ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വിധത്തിലുമുള്ള അന്വേഷണ സംഭവം ഉണ്ടാകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിക്കൊണ്ടും ജില്ലാ പോലീസ് മേധാവി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാകേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഓമശ്ശേരി നടന്നിട്ടുള്ള കൊട്ടിക്കലാശത്തിൻ്റെയായിരുന്നു. CPIM പ്രവർത്തകനായിട്ടുള്ള സലാമാണ് ഇത്തരത്തിൽ ഈ കൊട്ടിക്കലാശത്തിൻ്റെ വേളയിൽ കത്തി വീശുകയും പിന്നീട് അവിടെ അന്വേഷണ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് UDF പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ജാഗ്രതയുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അത്തരം ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. സമീർ സി മുഹമ്മദാണ് അത്തോളിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. അവിടെ സമീർ നിൽക്കുന്ന ബൂത്തിലാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്. സമീർ തുടരുന്നുണ്ട്. സമീർ, ഈ നഗരത്തിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ പോരാട്ടങ്ങളിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. ഏറെക്കാലമായി ഇടതുമുന്നണിയുടെ കയ്യിലുള്ള കോർപ്പറേഷനാണ്.
അവിടെ ഇത്തവണ ഒരു മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷ, ആത്മവിശ്വാസമൊക്കെ UDF നേതാക്കൾ വെച്ചു പുലർത്തുന്നത് നമ്മൾ കണ്ടു. തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ UDF നേതൃത്വത്തിനുണ്ടായിരുന്നു. VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം, ഹൈക്കോടതിയിലേക്ക് വരെ പോകേണ്ടിയിരുന്ന സാഹചര്യം, അതൊക്കെ ആ പോരാട്ട ചൂടുകൂടി വ്യക്തമാക്കുന്നുണ്ടല്ലോ സമയം. തീർച്ചയായും രജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ 4 പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. അതിനൊരു മാറ്റമാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിക്കൊണ്ടായിരുന്നു ഒരു VIP കാൻഡിഡേറ്റിനെ അവർ കൊണ്ടുവന്നത്. അത് VM വിനുവായിരുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ അവർക്ക് പാളി, സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്നത് അവരറിഞ്ഞത് തന്നെ ഏറെ വൈകിയാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് വിഷയങ്ങളൊക്കെ തന്നെ പിന്നീട് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വൈകാതെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പരിപാടിയിലേക്ക് നീങ്ങി. അതേസമയം തന്നെ അതിനകത്ത് വലിയ വിമതശല്യം ഉണ്ടാകുന്നു. പാർട്ടി വിട്ടുകൊണ്ട് അയ്യൂബിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർട്ടിയിൽ നിന്ന് പോകുന്നു. അവരൊക്കെ സ്വതന്ത്രരായിക്കൊണ്ട് വിമതരായിക്കൊണ്ട് മത്സരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അത് UDFനെ സംബന്ധിച്ച് വലിയ ഒരു വിലങ്ങുതടിയായിട്ടുണ്ട്. പക്ഷേ എന്നാലും വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. പ്രധാനമായും കോർപ്പറേഷൻ ഇത്രയധികം കാലം ഭരിച്ച കോർപ്പറേഷനെതിരെ വിവിധ തലങ്ങളിലുള്ള ആരോപണങ്ങൾ, അവർ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, നഗരത്തിലെ വെളിച്ചവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് തന്നെയാണ് UDF മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ LDFന് കഴിയും, അതിനുള്ള കരുത്തുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് LDFും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ BJPയും പങ്കുവെക്കുന്നുണ്ട്. അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. നിലവിൽ ഉണ്ടായിരുന്ന 75 വാർഡുകളിൽ 50 ഇടത്ത് LDFും അതുപോലെ 18 ഇടത്ത് UDFും 7 ഇടത്താണ് BJPയും ഉള്ളത്. അതിപ്പോൾ ഒരു വാർഡ് കൂടി വർദ്ധിച്ച് 76 വാർഡുകളിലേക്കാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. റിജിത്ത്, അങ്ങനെ പ്രാദേശിക വിഷയങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ ഈ പ്രാദേശിക വിഷയങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കാം നിരവധി പേർ കാണുന്നത് എന്നുള്ള ചോദ്യം കൂടി നിൽക്കുന്നു. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വടക്കൻ കേരളത്തിലെ ഒരു വിധിയെഴുത്ത് ഏറെ നിർണായകമാണ് എല്ലാ മുന്നണികൾക്കും. ഇനി നമ്മൾ പോകുന്നത് സൂരജ് സജിയിലേക്കാണ്. സൂരജ് തൃശ്ശൂരാണുള്ളത്. സൂരജ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്കുണ്ടായ ആ ഒരു മേൽക്കൈ അത് ആവർത്തിക്കുമോ? വികസനവും വിശ്വാസവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക എന്ന് NDA മുന്നോട്ട് വയ്ക്കുന്നു. വീറും വാശിയിലും LDF UDF മുന്നണികൾ. അപ്പോൾ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയായിരിക്കും? മോക്ക് പോളിംഗ് പൂർത്തിയായോ? തിരുവനന്തപുരത്തിനൊപ്പം വലിയ പ്രതീക്ഷ വെക്കുന്ന BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരിടമാണ് തൃശൂർ. അതുകൊണ്ട് തന്നെ തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം അത് BJP കാഴ്ചവെച്ചു. പക്ഷേ LDFും UDFും ആകട്ടെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് അവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. UDFനെ സംബന്ധിച്ച് തൃശൂർ കോർപ്പറേഷൻ പിടിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് കോർപ്പറേഷൻ ഭരണം UDFന് നഷ്ടമായത്. കാരണം UDFന് വലിയ രീതിയിലുള്ള വിമത ഭീഷണി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ വിമതരായി മത്സരിച്ച MK വർഗീസ് ജയിക്കുന്നു. പക്ഷേ 24-24 LDF 24 സീറ്റിലെത്തുന്നു, UDF 24 സീറ്റിലെത്തുന്നു. ഒപ്പം വിമതനായ MK വർഗീസും ജയിക്കുന്നു. ഈ വിമതനെ ഒപ്പം കൂട്ടിയാണെന്ന് LDF ഭരണം പിടിച്ചത്. 5 വർഷം MK വർഗീസിനെ തന്നെ മേയറാക്കിക്കൊണ്ട് ഈ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ LDFന് സാധിച്ചു. പക്ഷേ 2 വർഷമായി, കഴിഞ്ഞ 2 ടേമായി LDF നടപ്പിലാക്കിയ വികസനമുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചാരണമാണ് അവർ നയിച്ചത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ LDF അവരുടെ വികസന നേട്ടങ്ങളാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോയി. UDF ആകട്ടെ മുഖ്യമായും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം, അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന ഗതാഗത കുരുക്ക്, അതൊക്കെ കോർപ്പറേഷനിലെ ജനങ്ങളെ മാത്രമല്ല ജില്ലയിൽ ഒട്ടാകെയുള്ള ജനങ്ങളെ ബാധിച്ച വിഷയങ്ങളാണ്. അങ്ങനെ തുടങ്ങി നിരവധി പ്രചാരണ വിഷയങ്ങൾ UDFും ഉയർത്തി. BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നു. അത്തരത്തിൽ ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ അവസാന നിമിഷവും കണ്ടതാണ്. ഇന്നലെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തതുപോലും വലിയ രാഷ്ട്രീയ വിഷയമായി അവസാന നിമിഷവും തൃശ്ശൂരിൽ മാറി. എന്തായാലും തൃശൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മോക്ക് പോളിംഗ് നടക്കുകയാണ്. തേക്കിൻകാട് ഡിവിഷനിലാണ് ഞാനുള്ളത്. തേക്കിൻകാട് ഡിവിഷനിലെ 2ാം ബൂത്താണിത്. ഗവൺമെന്റ് സർവേ സ്കൂളിലുള്ള 2ാം ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും മോക്ക് പോളിംഗ് തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ വിവേകോദയത്തിൽ എത്തിയതാണ്. അവിടെ മോക്ക് പോളിംഗ് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അവരുടെ തന്നെ 2ാമത്തെ തേക്കിൻകാട് ഡിവിഷനിലെ 2ാമത്തെ ബൂത്തിലെയും മോക്ക് പോളിംഗ് എല്ലാം പൂർത്തിയായി. ഇപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രം സീൽ ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മോക്ക് പോളിംഗ്, അതായത് വോട്ട് ചെയ്ത് കൃത്യമായ എണ്ണമെല്ലാം ഈ പോളിംഗ് ഏജന്റുമാരെ കാണിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രം സീൽ ചെയ്യുകയാണ്. 7 മണിയോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. ഈ മോക്ക് പോളിംഗ് കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രം സീൽ ചെയ്താൽ പിന്നീട് കാര്യമായ നടപടിക്രമങ്ങളൊന്നുമില്ല. പോളിംഗ് ഏജന്റുമാർക്ക് ചില രേഖകളടക്കം കൈമാറേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ 7 മണിയോടുകൂടി തന്നെ ഈ പോളിംഗിലേക്ക് പോകാൻ കഴിയും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരത്ത് ശബരിനാഥിനെ ഇറക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രൈക്ക് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ AICC അംഗമായിട്ടുള്ള അനിലക്കരയെ തന്നെ ഒരു പഞ്ചായത്തിൽ വാർഡ് മെമ്പറായി
മത്സരിപ്പിക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലും നമ്മൾ കണ്ടതാണ്. അടാട്ട് അനിലക്കര അടക്കം മത്സരിക്കുന്നു. LDF ആകട്ടെ PR അരവിന്ദാക്ഷൻ കരുവന്നൂർ കേസിലടക്കം ED അറസ്റ്റ് ചെയ്യുകയും പിന്നീട് മാസങ്ങളോളം ജയിലിൽ കിടന്ന PR അരവിന്ദാക്ഷനെ വടക്കാഞ്ചേരിയിൽ തന്നെ മത്സരിപ്പിക്കുന്നു. EDക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ പോരാട്ടം എന്ന തരത്തിൽ അരവിന്ദാക്ഷന്റെ സ്ഥാനാർത്ഥിത്വം അവതരിപ്പിക്കുന്നു. അങ്ങനെ പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടും ശ്രദ്ധേയമാണ് തൃശൂർ. എന്താകും തൃശൂർ കോർപ്പറേഷനിലെ ബലം എന്നത് തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു BJPയും സുരേഷ് ഗോപിയും എല്ലാം ഇവിടെ അക്കൗണ്ട് തുറന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രവചനത്തിനും സാധ്യമല്ല. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് 24 എന്ന സീറ്റ് നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ സൂരജ് ചൂണ്ടിക്കാട്ടി ഈ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വ്യാപകമായി പുറത്തു നിന്ന് ആളുകളെ എത്തിച്ച് അവിടെ BJP വോട്ട് ചെയ്തു എന്നുള്ള ആരോപണം അതിശക്തമായി നിലനിൽക്കുന്ന ഇടം കൂടിയാണ്. അത് വലിയ വാദപ്രതിവാദങ്ങളിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ഒക്കെ പോയതാണ്. ഇത്തവണ വോട്ടർ പട്ടികയുടെ കാര്യത്തിലും വോട്ട് ചേർക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു സൂക്ഷ്മതയും ജാഗ്രതയും ഒരു പ്രത്യേക ശ്രദ്ധയും ഒക്കെ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ, ആ വോട്ടെടുപ്പ് കൂടിയാണല്ലോ നടക്കാൻ പോകുന്നത് സൂരജ്. TK തീർച്ചയായും, അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവസാന നിമിഷം മാത്രമാണ് ഇവർ, അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അവരെല്ലാവരും ഇത്തരത്തിൽ പരിചയമില്ലാത്ത കുറെ ആളുകളുടെ വോട്ടുകൾ ചേർത്തിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പൂങ്കുന്നത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പൂങ്കുന്നം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കുറച്ച് പരിചയമില്ലാത്ത ആളുകളുടെ വോട്ടുകൾ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചേർത്തു എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ ജില്ലാ കളക്ടർ, വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും പക്ഷെ അതിൽ പിന്നീട് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല. പക്ഷേ ഇലക്ഷൻ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ് ഇത്തരം വോട്ടുകൾ ഇവർ ചലഞ്ച് ചെയ്യുകയും പൂങ്കുന്നത്തടക്കം ചില ബൂത്തുകളിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. വോട്ട് ചെയ്യാനെത്തിയ ആളുകളെയൊക്കെ ഒന്ന് തടയുന്ന ഒരു നില കൂടി ഉണ്ടായി. പിന്നീട് ഈ രാഹുൽ ഗാന്ധി അടക്കം ഈ വോട്ട് ചോരി ആരോപണം ഉയർത്തുന്നു. തൊട്ടു പിന്നാലെ തൃശ്ശൂരിലും സമാനമായ രീതിയിൽ LDFും UDFും ഈ തൃശ്ശൂരിലും വോട്ട് ചോരി നടന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് BJP ആകട്ടെ അതിനെ പ്രതിരോധിച്ചത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം തൃശ്ശൂരിൽ വോട്ട് ചെയ്യും, ആ സമയത്ത് അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കും, അദ്ദേഹം തൃശ്ശൂരുകാരനായി മാറി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തതിലൂടെ UDF ആകട്ടെ LDF ആകട്ടെ ചൂണ്ടിക്കാണിക്കുന്ന തങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണം ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. സ്ഥിരതാമസക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി ഈ വോട്ട് ചേർത്തത്, തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ശാസ്തമംഗലത്ത് വോട്ട് ചെയ്ത സംഭവം എന്ന അടക്കമുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ പോലും അവസാന നിമിഷവും ഉണ്ടായി. TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ശ്രദ്ധാപൂർവം, അതായത് ഓരോ ഘട്ടത്തിലും ഈ വോട്ടർ പട്ടിക അടക്കം പരിശോധിച്ചുകൊണ്ട് ഒഴിവാക്കേണ്ട വോട്ടുകൾ കൃത്യമായി ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതൽ അത് എല്ലാ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. TK ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി കണ്ണൂരിലേക്ക് പോകണം. ദീപക് ധർമ്മടം തയ്യാറാണ്. ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ 1-ാം ബൂത്തിൽ നിന്നാണ് ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നത്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. നാട്ടിൽ നിന്ന് ഉള്ള റിപ്പോർട്ടിംഗ് ആണ്, അപ്പോൾ ഏറെ അടുത്ത് പരിചയമുള്ള നാടാണ്. ഒപ്പം തന്നെ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം. വാശിയും വീറുമുള്ള പോരാട്ടം LDFന് ഇപ്പോൾ തന്നെ ചില സീറ്റുകൾ ലഭിച്ചു കഴിഞ്ഞു. എന്നാലും പലയിടങ്ങളിലും ചില സംശയങ്ങളുണ്ട്. UDFന് ആഭിമുഖ്യമുള്ള എല്ലാ ഇടങ്ങളിലും അവർക്ക് മേൽക്കൈയുണ്ട്, അതുപോലെ തന്നെ LDFന് ആഭിമുഖ്യമുള്ളിടത്ത് അവർക്ക് മേൽക്കൈയുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതി. ഒപ്പം തന്നെ NDA അവരുടെ ഒരു സാന്നിധ്യം വിപുലീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമം അല്ലേ? റിജിത്ത്, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ 1-ാം ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പാലസ്തീൻ മുതൽ പാലത്തായി വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിലേക്ക് വടക്കൻ കേരളം നീങ്ങുകയാണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ്. നമുക്കിപ്പോൾ ഈ പോളിംഗ് ബൂത്തിലെ നോട്ടീസ് ബോർഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇതാ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പരീക്കടവ് വാർഡാണ് ഇത്. 1-ാം ബൂത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ പേരുണ്ട്: B. ഗീതമ്മ CPIM, അതുപോലെ ബിന്ദു PV INC കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി, വിജുല മനോജ് BJPയുടെ സ്ഥാനാർത്ഥി. അപരന്മാരില്ലാത്ത വളരെ കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം സൗഹൃദമായി നടക്കുന്ന ഒരു ബൂത്താണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബൂത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ മോക്ക് പോളിംഗ് നടക്കുകയാണ്. മോക്ക് പോളിംഗിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഓരോ ഘട്ടം ഘട്ടമായി നടക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ഏജന്റുമാർ ഇവരെല്ലാം ചേർന്ന് ഇതാ ഇപ്പോൾ പോളിംഗ് മിഷൻ, ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ ജനാധിപത്യം രേഖപ്പെടുത്തുന്ന പോളിംഗ് മിഷനെ സീൽ ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ പോളിംഗ് നടപടിക്രമങ്ങളൊക്കെ എവിടം വരെ ആയി കഴിഞ്ഞു? കൃത്യം 7 മണിക്ക് തന്നെ തുടങ്ങും.
6 മണിക്ക് തന്നെ മോക്ക് തുടങ്ങി. മോക്ക് കഴിഞ്ഞ് മെഷീൻ സീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. 7 മണി കൃത്യം ആദ്യത്തെ വോട്ട് പോളി. കറക്റ്റ് 7 മണിക്ക് ആദ്യത്തെ വോട്ട്. ബാക്കി ഏജന്റുമാരൊക്കെ നല്ല സഹകരണമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. നല്ല സഹകരണമാണ്. ഇതാ ഇനി നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളിലേക്ക് പോകണം. എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ തയ്യാറെടുപ്പ്? ഉഷാറാണ്. വളരെ ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ അപരന്മാരുടെയൊക്കെ ശല്യമുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ്? ഒരു 3 സ്ഥാനാർത്ഥികളേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സ്ഥാനാർത്ഥികൾ 2 പേര് നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇപ്പം സിറ്റിംഗ് വാർഡ് മെമ്പർ കൂടിയായ ഈതമ്മ, എങ്ങനെയാണ് പൊതുവെ സൗഹൃദ മത്സരമാണ്? നല്ല കാര്യം തന്നെയാണ്. വാർഡിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ തൊട്ടടുത്ത് BJP സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഫുൾ ജോഷിലാണ്. ഓക്കെ, സന്തോഷമുണ്ട്. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പറ്റിയത് നല്ലത് പ്രതീക്ഷിക്കുന്നു. ഇതാ മറ്റു പ്രവർത്തകർ ഇതാ നമുക്ക് കാണാം. ബൂത്തിൽ ഒരു ഉത്സവം പോലെയാണ് പ്രവർത്തകർ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് സന്ധി? വളരെ സൗഹൃദപരമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇത് തന്നെയാണ് ക്രിസ്റ്റീന അവസ്ഥ. ധർമ്മടത്തെ 1-ാം ബൂത്തിലാണ്. ഇതാ ഇവിടെ ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളേ ഉള്ളൂ. ഇവിടെ അപരന്മാരില്ല. അവർ സൗഹൃദമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന്റെ ലക്ഷണമാണ്. സൗഹൃദപരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അപരന്മാരൊന്നും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ്. അപരന്മാരൊന്നും തന്നെ ഇല്ല. ക്രിസ്റ്റീന, ഇത് തന്നെയാണ്. മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിയാൽ സ്ഥാനാർത്ഥിക്ക് സമാന നാമങ്ങളിൽ നിരവധി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായി അതിന് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. 7 മണി കൃത്യത്തിന് പോളിംഗ് തുടങ്ങും. അതിന്റെ സീലിംഗ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ 2 ബൂത്തുകൾ, ഒരു വാർഡിലെ 2 ബൂത്തുകളാണുള്ളത്. ഇത് ധർമ്മടം ഗ്രാമപഞ്ചായത്തിലെ 1-ാം ബൂത്ത്. കണ്ണൂർ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഇടമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പഞ്ചായത്തുകളിലൊക്കെ തികഞ്ഞ മേധാവിത്വമുണ്ട്. ആന്തൂർ പോലുള്ള ഇടങ്ങളിലൊക്കെ എതിരില്ലാതെ തന്നെ ഇടത് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും ഇടതുമുന്നണിക്ക് കീറാമുട്ടിയായി നിൽക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനാണ്. അവിടെ ഇത്തവണ വലിയൊരു മുന്നേറ്റവും അട്ടിമറിയും ഉണ്ടാക്കാൻ കഴിയും എന്ന തികഞ്ഞ ആത്മവിശ്വാസം ഇടതുമുന്നണി വെച്ചു പുലർത്തുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ, വിശകലനങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി എപ്പോഴാണ് വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്? ദീപക് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 8 മണിക്ക് അദ്ദേഹത്തിന്റെ പിണറായി പഞ്ചായത്തിലെ അദ്ദേഹം പഠിച്ച വിദ്യാലയത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞ് സ്പീക്കറുടെ വോട്ട് 9 മണിയോടെ രേഖപ്പെടുത്തും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കണ്ണൂർ ജില്ലയിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം 7 മണിക്ക് പേരാവൂരിലെ വീട്ടിനടുത്തുള്ള ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തും. അതുപോലെ CPIM നേതാവ് EP ജയരാജൻ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ കണ്ണൂരിലെ പ്രമുഖരായ നിരവധി നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എടുത്തു പറയേണ്ടത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിൽ അദ്ദേഹം 10 മണിയോടുകൂടി മാധ്യമപ്രവർത്തകരെ കാണും. കാരണം ആന്തൂരിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ ആഗ്രഹം തോന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിങ്ങനെയായല്ലോ ജനവിധി എന്നാണ് മറുപടി. ഏതായാലും ഇതുവരെയുള്ള വിവരമനുസരിച്ച് ചില ഇന്റലിജൻസ് മുന്നറിയിപ്പുകളുണ്ട്. ചില മേഖലകളിൽ വൈകിട്ടോടെ സംഘർഷമുണ്ടാകുമെന്ന്. അത് കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ, അതുപോലെ തന്നെ പാനൂർ പോലുള്ള മേഖലകളിലാണ് പറഞ്ഞിരിക്കുന്നത്, കിഴക്കൻ മേഖലകളിൽ. അതുപോലെ തന്നെ ഈ വടകരയും കണ്ണൂരും അതിർത്തി പങ്കിടുന്ന 2 ജില്ലകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തും ചില സംഘർഷ മുന്നറിയിപ്പുകൾ, ഇന്റലിജൻസ് മുന്നറിയിപ്പുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് കാലത്തു മുതൽ, അല്ലെങ്കിൽ ഇന്നലെ നിശബ്ദ പ്രചരണ സമയത്തെല്ലാം തന്നെ തികഞ്ഞ സമാധാനത്തിൽ ഒരു സൗഹൃദ രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ ഈ കോഴിക്കോടിന്റെ വടക്കൻ മേഖല അതിർത്തിയിലും എല്ലാം തന്നെ നടക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ നിന്നും ഒരു 10 മിനിറ്റ് യാത്രയാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ളത്. മുഖ്യമന്ത്രി കൃത്യം 8 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റീജിത്ത്. ശരി, ദീപക് ധർമ്മടം കണ്ണൂരിൽ നിന്ന്, ധർമ്മടത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ക്രിസ്റ്റീന. ഇപ്പോൾ കാസർഗോട്ട് നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരെയാണ്, 2 പേരാണ്, സനൂപ് ജോൺ, നിഷാദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഇന്നലെ രാത്രി ഇരുവരും മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തുകയായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതെ, ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും വോട്ട് ചെയ്യാൻ ചെല്ലുന്നവർക്കാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ ചെല്ലുന്നവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡുമായി വോട്ട് ചെയ്യാൻ ചെല്ലുക എന്ന നിർദ്ദേശമുണ്ട്. പാലിക്കേണ്ട എല്ലാ അച്ചടക്കവും നടപടിക്രമങ്ങളുമുണ്ട്. അത് എല്ലാ വോട്ടേഴ്സും അതുപോലെ തന്നെ പോളിംഗ് ഓഫീസേഴ്സും പാലിക്കുമെന്ന് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.